നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയെ കുറ്റമുക്തനാക്കുക എന്നാണ് അർത്ഥം. ദൈവം തെറ്റ് ചെയ്ത ഒരു മനുഷ്യനെ കുറ്റമുക്തനാക്കുന്നതിനാണ് നീതീകരിക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശിക്ഷ അർഹിക്കുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷ കൊടുക്കാതെ അത് ഇളച്ചു കൊടുക്കുന്നത്, അത് മാത്രമല്ല ആ വ്യക്തിയെ ഒരു നല്ല ഒരു സുഹൃത്തായി വീണ്ടും സ്വീകരിക്കുന്നത്, ഒരു തെറ്റും ചെയ്യാതെ ഇരിക്കുന്ന ഒരാളെ പോലെ തന്നെ, ഒരു പാപിയെ പുണ്യവാനെ പോലെ തന്നെ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ ആ നല്ല മനസ്സാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, ദൈവം നീതീകരിക്കുന്നവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ആര് കുറ്റം ആരോപിച്ചാൽ എന്താ? ദൈവമാണ് നമ്മളെ നീതീകരിക്കുന്നത്. അപ്പൊ ദൈവം നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കുറ്റമുക്തനാക്കുക എന്നർത്ഥം. സകല മനുഷ്യർക്കും ഒരു ഭീതിയുണ്ട്. ആദത്തിന്റെ സന്തതികൾക്കെല്ലാം ഉള്ള ഒരു ഭീതിയാണ്, ദൈവത്തിന് ഞാൻ സ്വീകാര്യനല്ല, ദൈവം എന്നെ സ്വീകരിക്കുകയില്ല, ദൈവം എന്നെ തള്ളിക്കളയുള്ളൂ എന്നൊരു തോന്നല് അടിസ്ഥാനമായിട്ട് മനുഷ്യന്റെ അസ്തിത്വത്തിൽ കിടക്കുകയാണത്. ദൈവത്തിന് ഞാൻ സ്വീകാര്യനല്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന തോന്നലിൽ നിന്നാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ആദത്തിന് തോന്നി ദൈവത്തിന് ഇനി ഞാൻ സ്വീകാര്യനല്ല. കാരണം സാത്താനെ അനുസരിച്ച് ദൈവത്തെ ധിക്കരിച്ച എന്നെ ദൈവം ഇനി സ്വീകരിക്കുകയില്ല, ഞാൻ സ്വീകാര്യനല്ല. ദൈവത്തിന്റെ നീതീകരണം എന്ന വാക്കിന് ഒരു പര്യായപദമാണ് ദൈവ സ്വീകാര്യത എന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ദൈവ സ്വീകാര്യത വിശ്വാസം വഴിയാണ്, നീതീകരണം വിശ്വാസം വഴിയാണ് എന്നത്. അങ്ങനെയാണെങ്കിൽ ആദത്തിന്റെ സന്തതികളായ ആബേലും കായനും ആദത്തിന്റെ ഭീതി ഏറ്റുവാങ്ങി. പിതാവ് ദൈവത്തെ ധിക്കരിച്ചത് കൊണ്ട് നമുക്കും ദൈവത്തിന്റെ സ്വീകാര്യത ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതുകൊണ്ടാണ് സകല സംസ്കാരങ്ങളിലും നമ്മൾ എന്ത് കാണുന്നു? ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുമെന്ന് കരുതി ബലികളും കാഴ്ചകളും സമർപ്പിക്കുന്നു. നരബലി വരെ സമർപ്പിക്കുന്നു. സ്വന്തം മകനെ പോലും ബലി അർപ്പിക്കുന്നു. എന്തിനാ? അതുവഴി ദൈവത്തിന്റെ പ്രീതി കിട്ടും, അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതീകരണം കിട്ടും, ദൈവത്തിന്റെ സ്വീകാര്യത എനിക്ക് കിട്ടും, ദൈവസന്നിധിയിൽ ഞാൻ സ്വീകാര്യനായിരിക്കും എന്ന ഒരു ധാരണയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. എത്ര ബലിയർപ്പിച്ചാലും മനസ്സിന് സ്വസ്ഥത വരികയില്ല. ദൈവം എന്നിൽ പ്രീതിപ്പെടുന്നത് കാണാൻ ഒരു മാർഗമില്ല. മനുഷ്യൻ എന്തെല്ലാം ചെയ്താലും ദൈവം പ്രീതിപ്പെടുന്നത് കാണാൻ ഒരു മാർഗമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ ദൈവം ബലിയർപ്പണത്തെ പ്രോത്സാഹിപ്പിച്ചതിന് കാരണം ഇതാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ബലി അർപ്പിച്ചാലെങ്കിലും ദൈവം പ്രീതിപ്പെടും എന്ന ചിന്ത ഒരു വ്യക്തിയെ നിരാശയിലേക്ക് നയിക്കാതെ പിടിച്ചു നിർത്താൻ പറ്റും. അല്ലെങ്കിലോ നീ ഒരിക്കലും ദൈവം എന്നെ സ്വീകരിക്കില്ല, എന്നേക്കുമായിട്ട് എന്നെ തള്ളിക്കളയും എന്ന കടുത്ത നിരാശയിലേക്കും പാപബന്ധനത്തിലേക്കും ഒരു മനുഷ്യൻ പോകാനിട വരും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി പ്രവാചകന്മാരിലൂടെ പറഞ്ഞു, ദൈവത്തിന് പ്രീതികരമായത് ചെയ്താൽ ദൈവം പ്രീതിപ്പെടും. അതുകൊണ്ട് അന്ന് മുതൽ മനുഷ്യര് ദൈവത്തിന് പ്രീതികരമായത് ചെയ്യാൻ തുടങ്ങി. എത്ര പ്രീതികരമായത് ചെയ്തിട്ടും ദൈവം പ്രീതിപ്പെടുന്നത് കാണാൻ പറ്റുന്നില്ല. ഇസ്രായേലിൽ മാത്രമല്ല, സകല ജനപദങ്ങളിലും സകല സംസ്കാരങ്ങളിലും നമ്മളിത് കാണുന്നത് ഇത് തന്നെയാണ്. സകല മതങ്ങളിലും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. ഇന്ന ഒരു പ്രവൃത്തി ചെയ്താൽ ദൈവം എന്നിൽ പ്രസാദിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രീതി കിട്ടും. ഞാൻ ഗംഗാ സംഗമം വരെ ഒന്ന് പോയി അവിടെ ഒന്ന് മുങ്ങിക്കുളിച്ചെന്നാൽ, ഇന്നൊരു പ്രത്യേക ദിവസം മുങ്ങിക്കുളിച്ചെന്നാൽ എനിക്ക് ദൈവത്തിന്റെ പ്രീതി കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു മൃഗത്തെ ബലിയർപ്പിച്ചെന്നാൽ എനിക്ക് പ്രീതി കിട്ടും. അല്ലെങ്കിൽ ഇന്നൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി ഞാൻ ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ എനിക്ക് നീതി കിട്ടും. അല്ലെങ്കിൽ ഇന്നൊരു മല കയറി ഇറങ്ങിയാൽ, പുണ്യപാപ ചുമടുമായിട്ട് ഇങ്ങനെ ഒരു മല ഒന്ന് കയറി ഇറങ്ങിയാൽ, ഈ മല കയറ്റത്തിന്റെ ഫലമായിട്ട് ദൈവത്തിന് എന്നോട് അലിവ് തോന്നും, ദൈവം എന്നിൽ പ്രീതനാകും എന്നൊരു തോന്നല് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനിൽ കിടക്കുന്നു. ഈ തോന്നലിന്റെ ഫലമായിട്ടാണ് സകല മതങ്ങളും ഇതുപോലെയുള്ള നേർച്ച കാഴ്ചകളും ബലിയർപ്പണവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഗംഗാ സംഗമത്തിൽ പോയി കുളിച്ചത് കൊണ്ടോ, മല കയറി ഇറങ്ങിയത് കൊണ്ടോ, അതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങള് നമ്മളും പോകാറുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളും മലകളൊക്കെ ഉണ്ട്.
അവിടെയൊക്കെ കയറി ഇറങ്ങിയതുകൊണ്ടോ ദൈവം എന്നിൽ പ്രീതിപ്പെട്ടു എന്നത് കാണാൻ പറ്റുമോ? ഒരടയാളം കാണാൻ പറ്റുമോ? ഒരടയാളം കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞത്, യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലൂടെ, നിങ്ങളുടെ നിരവധിയായ ബലികളും കാഴ്ചകളും എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്തമ്പ്രങ്ങളുടെ മേധസ്സും എനിക്ക് മടുത്തു. എന്നെ പ്രീതിപ്പെടുത്താൻ ഇതൊക്കെ വേണമെന്ന് ആരാ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചത്? ഞാൻ മടുത്ത് നിർത്താവോ എന്ന് ചോദിച്ചതാണ്. എനിക്ക് നിങ്ങളെയാണ് വേണ്ടത്, നിങ്ങളുടെ ബലികളും കാഴ്ചകളും അല്ല വേണ്ടത്. എനിക്ക് നിങ്ങളെ കിട്ടണം. നിങ്ങളെ കിട്ടാത്തിടത്തോളം കാലം നിങ്ങളുടെ ബലി കൊണ്ട് എനിക്ക് നേട്ടാണ്. നിങ്ങളുടെ നേർച്ച കൊണ്ടും കാഴ്ച കൊണ്ടും മുട്ടാടുകളെ കൊണ്ട് എനിക്കെന്താ പ്രയോജനം? അതുകൊണ്ട് വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. അതുകൊണ്ട് ദൈവം എന്നിൽ കോപിച്ചു എന്ന തെറ്റിദ്ധാരണ മാറ്റി ദൈവം എന്നോട് കോപിച്ചിട്ടില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് ധൂർത്തപുത്രൻ തിരിച്ചു വന്നതുപോലെ തിരിച്ചു വരാനാണ് പ്രവാചകൻ പറയുന്നത്. പ്രവാചകന് പറയാൻ മാത്രമേ സാധിക്കുള്ളൂ. തിരിച്ചു വന്നാൽ സ്വീകരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കാൻ പ്രവാചകന് പറ്റുമോ? ദൈവം പറയുന്നത് തെളിയിക്കാൻ ദൈവത്തിന് പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു പ്രവാചകൻ പറഞ്ഞതുകൊണ്ട് ആരും അതിനനുസരിച്ച് ചെയ്യണമില്ല. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, എത്ര പ്രവാചകനെ വിട്ട് പറഞ്ഞാലും മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്റെ പുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ അങ്ങ് വിടണം. അങ്ങനെ ചരിത്രത്തിന്റെ നടുമുറ്റത്ത് അവൻ വന്നിറങ്ങി. അവൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, ദൈവം നിന്നോട് കോപിച്ചിട്ടില്ല. പാപം ചെയ്തവരോട് ദൈവം കോപിച്ചിട്ടില്ല. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ദൈവം ആദത്തിന്റെ തലമുറയോട് കോപിച്ചിരിക്കുന്നു, പാപം ചെയ്തവരോട് കൂടുതൽ കോപിച്ചിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു, ദൈവം നിങ്ങളോട് കോപിച്ചു എന്ന് നിങ്ങൾ കരുതുന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഈ തെറ്റായ ധാരണ തിരുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്നിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, എന്നിലേക്ക് തിരിച്ചു വരുന്ന വഴി പിതാവിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, കാരണം ഞാനും പിതാവ് ഒന്നാണ്, എന്നെ കാണുന്നാൽ പിതാവിനെയാണ് കാണുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുക എന്നാൽ എന്നിൽ വിശ്വസിക്കുക എന്ന് തന്നെയാണ്. നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന എൻ്റെ പിതാവ് എന്നെല്ലാം ഈശോ പറയുമ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരിക എന്നർത്ഥം. യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്ന ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് ഐക്യം ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് മടങ്ങി വരാനുള്ള വലിയൊരു ക്ഷണമാണ് ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവതാരം എടുപ്പിച്ച് ഇവിടെ ചെയ്യുന്നത്. ആ പ്രിയപുത്രൻ ഇവിടെ വന്ന് പറഞ്ഞതെന്താണ്? നിങ്ങൾ ഇത് കിട്ടുകയല്ല, നിങ്ങൾ ചരിത്രത്തിൽ കാണുക. എന്നെ കാണുന്നവൻ ദൈവത്തെയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയെ കുരിശിൽ തറച്ച് കൊല്ലുന്നതിന്റെ അതിന് കാരണമായത് എന്താണ്? മനുഷ്യനായിരിക്കെ ഇവൻ തന്നെ ദൈവതുല്യനാക്കിയിരിക്കുന്നു എന്ന് പറയാൻ. അപ്പൊ അവർക്കൊക്കെ മനസ്സിലായി, ഈശോ തന്നെ ദൈവതുല്യനാക്കി. എന്നെ കാണുന്നവൻ പിതാവിനെയാണ് കാണുന്നത്, എന്നെ കേൾക്കുന്നവൻ പിതാവിനെയാണ് കേൾക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ പിതാവിനെയാണ് സ്വീകരിക്കുന്നത്. ഞാനും പിതാവ് ഒന്നാണ്. നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന എൻ്റെ പിതാവും ഞാനും ഒന്നാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ദൈവം നിങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതിന് ദൈവമായി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ദൈവം നിങ്ങളെ തിരസ്കരിക്കുകയില്ല എന്നുള്ളതിന് ഉറപ്പ് തരാം. അനേക ഉദാഹരണങ്ങൾ അവിടുന്ന് പറഞ്ഞു. അതിലൊന്നാണ് ധൂർത്തപുത്രന്റെ ഉദാഹരണം. ധൂർത്തപുത്രന്റെ ഉദാഹരണത്തിലൂടെ ഈശോ എന്താണ് പറഞ്ഞത്? പിതാവിന്റെ ഭവനം വിട്ട് പിതാവിനെ ഉപേക്ഷിച്ച് സ്വന്തം വഴിയെ സുഖത്തിന് വേണ്ടി പോയവനെ തിരിച്ചു വരവിന് കാത്തിരിക്കുന്ന പിതാവ്, ആ പുത്രന്റെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കാൻ ദൈവം ഇങ്ങനെയാണ് കാത്തിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ്. തിരിച്ചു വരുമ്പോൾ യാതൊരു കുറ്റവും അവന്റെ മേൽ ആരോപിക്കാതെ, അവനോട് യാതൊരു അവന്റെ പാപവും തെറ്റും അവനെതിരെ പരിഗണിക്കാതെ, ഒരു തെറ്റും ചെയ്യാത്തവൻ അവാർഡ് മേടിച്ച് മടങ്ങി വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കും? നമ്മുടെ മക്കളൊക്കെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്, വിദേശങ്ങളിൽ പോകാറുണ്ട് കളിക്കാനൊക്കെ, അതുപോലെ രാജ്യത്തിന്റെ തലസ്ഥാനത്തൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ വലിയ വിജയവുമായിട്ട് തിരിച്ചു വരുമ്പോൾ അവരെയൊക്കെ എങ്ങനെ സ്വീകരിക്കുമോ അതുപോലെ ഈ ധൂർത്തപുത്രനെ പിതാവ് സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കുന്നത് വഴി അവിടുന്ന് ഒരു തെളിവ് ഹാജരാക്കുകയാണ്. ദൈവം പാവിയെ നീതീകരിക്കും, അല്ലെങ്കിൽ പാവി ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമല്ലാതായിട്ടില്ല എന്ന സത്യം. പാപം ചെയ്തതിന്റെ പേരിൽ ഒരു വ്യക്തി ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമല്ലാതായിട്ടില്ല. ദൈവത്തിന്റെ പ്രീതി ആ വ്യക്തി തിരസ്കരിച്ചു എന്നുള്ളൂ. പാപം ചെയ്യുന്ന ഓരോ വ്യക്തിയും ദൈവത്തെ തിരസ്കരിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തെ തിരസ്കരിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിക്ക് ദൈവത്തെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞതാണ്, ധൂർത്തപുത്രന്റെ പിതാവ് ധൂർത്തപുത്രനെ കാത്തിരിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രതിരൂപമായ ഞാൻ ഇതാ പാപിയെ തേടി വന്നിരിക്കുന്നു, പാപിയെ കാത്തിരിക്കുന്നു. അങ്ങനെ പാപിയെ കാത്തിരിക്കുന്ന സത്യദൈവത്തിന്റെ ചിത്രമാണ്, അല്ലെങ്കിൽ തനി സ്വരൂപമാണ് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ ന്യായമുണ്ട്. അവിടുന്ന് കുരിശിൽ മരിച്ചത് എന്തുകൊണ്ടാണ്? കുരിശിൽ മരിച്ചതിന്റെ ഒരു കാരണം ഇതാണ്,
ദൈവം നീതീകരിക്കും, അല്ലെങ്കിൽ ദൈവം ഒരു പാപിയെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഹാജരാക്കുക. അതുകൊണ്ട് മനുഷ്യന് സമാധാനം കിട്ടുന്നത്, സാന്ത്വനം കിട്ടുന്നത്, എൻ്റെ ദൈവം എന്നെ ശിക്ഷിക്കാതെ അനുഗ്രഹിച്ച് വെറുതെ വിട്ടിരിക്കുന്നു. ഇതുവരെ ഞാൻ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളുടെയും പേരിൽ ദൈവം ഒരു കണക്ക് സൂക്ഷിക്കുന്നില്ല. ദൈവം അതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കുന്നില്ല, എന്നെ കുറഞ്ഞവളായിട്ടോ കുറഞ്ഞവനായിട്ടോ കാണുന്നില്ല. ഈ മോമെന്റ് മുതൽ ഞാനത് വിശ്വസിച്ചാൽ എൻ്റെ കഴിഞ്ഞ കാലത്തെ സകല പാപ കറകളും കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയാകുന്ന അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ സദ്വാർത്ത എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ലഭിക്കാവുന്നതിലേക്കും വെച്ച് ഏറ്റവും വലിയ സദ്വാർത്ത ലഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ മുൻനിർത്തി ഈ സത്യം പറയുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യേശുക്രിസ്തുവിനെ കുറിച്ച്, അതും എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ച്, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ച് മാത്രമേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളൂ. കാരണം അവൻ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം അവന്റെ ഈ ക്രൂശ് മരണത്തിലൂടെ അവൻ എനിക്ക് വ്യക്തമാക്കി തന്നു, നിന്റെ പാപം ഞാൻ നിനക്കെതിരെ പരിഗണിച്ചിട്ടില്ല. എന്റെ പ്രീതി ഒട്ടും കുറവായിട്ടില്ല, എന്റെ പ്രീതി ഒരു കാരണവശാലും കുറഞ്ഞിട്ടില്ല എന്ന്. സക്കേവൂസിന്റെ സംഭവം ഓർത്ത് നോക്കുക. എല്ലാവരും സക്കേവൂസിനെ കുറഞ്ഞവനായി കണ്ടു, കൊള്ളരുതാത്തവനായി കണ്ടു. ഇങ്ങനെയുള്ള ഒരു കൊള്ളരുതാത്തവന്റെ വീട്ടിലേക്ക് പോകുന്നത് പോലും കർത്താവെ ശരിയല്ലല്ലോ എന്നാണ് അവർ പ്രവൃത്തിയത്. പക്ഷെ കർത്താവ് അവനെ കൊള്ളരുതാത്തവനായിട്ട് കണ്ടില്ല, തനിക്ക് ഹൃദയത്തോട് ചേർന്ന് ഇണങ്ങിയവനായിട്ട് കണ്ടു. അതുകൊണ്ടാണ് ആ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയുടെ വീട്ടിലല്ലേ ഒരു വ്യക്തി താമസിക്കാൻ ഇഷ്ടപ്പെടുക, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വീട്ടിലല്ലേ താമസിക്കാൻ ഇഷ്ടപ്പെടുക. അങ്ങനെയെങ്കിൽ ഈശോ ഇഷ്ടപ്പെട്ടത് സക്കേവൂസിന്റെ വീട്ടിൽ താമസിക്കാനാണ്. ഈശോ അങ്ങോട്ട് പറയാണ്, സഖായി എന്ന പേര് വിളിച്ച് മരത്തിൽ നിന്ന് അവനെ താഴെ ഇറക്കിയിട്ട് പറയാണ്, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സക്കേവൂസിനെ പോലെ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ഈശോ പറയുന്നതാണ്, നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ വന്നു വസിക്കാൻ ഞാനിതാ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, എന്നെ സ്വീകരിക്കാമെങ്കിൽ ഞാൻ കടന്നു വരും. നിന്റെ കഴിഞ്ഞ കാലത്തിന്റെ പാപചരിത്രം എന്തുമാകട്ടെ, നിന്റെ ട്രാക്ക് റെക്കോർഡ് എന്തുമാകട്ടെ, എനിക്കത് പ്രശ്നമല്ല. ഈ മോമെന്റ് മുതൽ നീ എന്നെ സ്വീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ ഇതാ ഞാൻ നിത്യജീവനായി ഞാൻ നിന്നിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ഇവിടെ ഒരു വലിയ ചോദ്യമാണ്, നിനക്ക് എന്നെ വേണോ, അതോ നിനക്ക് ഇപ്പോൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപസുഖം വേണോ? ഈ അക്രമത്തിന്റെ വിജയം വേണോ? ഈ മ്ലേച്ഛതയുടെ സന്തോഷം വേണോ? ഈ അനീതിയുടെ സമ്പത്ത് വേണോ? ഈ ലോകത്തോടുള്ള മൈത്രി ബന്ധത്തിന്റെ വിജയം നിനക്ക് വേണോ? ദൈവമായ കർത്താവ് പറയുന്നു, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. യാക്കോബിലൂടെ ദൈവമായ കർത്താവ് അറിയിക്കുകയാണ്. നമ്മളറിയാതെ നമ്മളൊക്കെ ഇന്ന് ദൈവത്തെ, ഈശോയെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ്, എന്നിട്ട് ലോകത്തെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം ആഗ്രഹിക്കുന്ന ലോക വിഷയങ്ങൾ കിട്ടാതെ പോകുമ്പോൾ അതിനെ പ്രതി കരയുന്നു, അത് കിട്ടാതാക്കിയവരെ വെറുക്കുന്നു, അവർക്കെതിരെ ശണ്ട കൂടുന്നു. കാരണം എനിക്ക് ദൈവത്തെ അല്ല വേണ്ടത്, എനിക്ക് നഷ്ടപ്പെട്ട ഇതൊക്കെ വേണ്ടത്. ഈശോ പറഞ്ഞു, എന്നെ പ്രതിയോ എന്റെ സുവിശേഷം കേട്ടതിന്റെ അനുസരിച്ചതിന്റെ പേരിലോ നിനക്കെന്തെങ്കിലും നഷ്ടം വന്നാൽ നഷ്ടപ്പെട്ടതിന്റെ 100 ഇരട്ടി ഞാൻ തരാം, ഒപ്പം നിത്യജീവനം തരാം. എന്നാലും നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ? നമ്മളിപ്പോഴും ലോകത്തോടുള്ള മൈത്രി ബന്ധത്തിലാണ് കഴിഞ്ഞുവിടുന്നത്. ദൈവത്തോടുള്ള ഒരു മൈത്രി, യേശുക്രിസ്തുവിനോടുള്ള ഒരു മൈത്രി നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, പീലാത്തോസ് എന്ന ആ ന്യായാധിപൻ യേശുവിനെ വിടുവിക്കാൻ പല രീതിയിൽ നോക്കിയതായിട്ട് നമുക്ക് കാണാം. അവസാനം അദ്ദേഹം ചെയ്തെന്താണ്? അവസാനം അദ്ദേഹം ചെയ്തത് കൊടും ഭീകരനും കുറ്റവാളിയുമായ ബറാബാസിനെ പുറത്തിറക്കി നിർത്തി. ബറാബാസിനെ പുറത്ത് നിർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ഈ രണ്ടുപേരിൽ ആരെ വേണം? നിത്യജീവനായ യേശുക്രിസ്തുവിനെ വേണോ, അതോ കൊടും കുറ്റവാളിയായ ബറാബാസിനെ വേണോ? ബറാബാസ് സ്വന്തം ഇഷ്ടങ്ങളുടെ പ്രതിനിധിയാണ്, ലോകത്തിന്റെ പ്രതീകമാണ്, പ്രതിയാണ്, തിന്മയുടെ പ്രതീകമാണ്. ഈശോ ദൈവഹിതത്തിന്റെ പ്രതീകമാണ്. ഈശോ നിത്യജീവനാണ്. ഈശോ നമ്മുടെ ദൈവമാണ്. ഒരു വശത്ത് ദൈവത്തെ നിർത്തിയിരിക്കുന്നു, മറുവശത്ത് ബറാബാസിനെ നിർത്തിയിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെ വേണം? അവിടെ നിന്നവര് ഒന്നിച്ച് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ബറാബാസിനെ മതി, യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട. പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ മുമ്പിൽ യേശുവും ബറാബാസും നിർത്തപ്പെട്ടിരിക്കുകയാണ്.
എങ്ങനെയാണ് നടത്തപ്പെടുന്നത്? നമ്മൾ ഓർക്കുക, നമ്മളല്പം, ഉദാഹരണം പറഞ്ഞാൽ അല്പം ഭക്ഷണത്തിന്റെ രുചി പറഞ്ഞതിന്റെ പേരിൽ ഒരാള് കുടുംബകല ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. ആ വ്യക്തി പറയുന്നതാണ്, എനിക്ക് ഭക്ഷണത്തിന്റെ രുചിയാണ് പ്രധാനപ്പെട്ടത്. അതിന്റെ പേര് കലഹിക്കുന്ന ഒരു വ്യക്തി എനിക്ക് ബറാബാസിനെ തരിക എന്ന് പറയുന്നത്. അല്പം സമ്പത്ത് നമുക്ക് നഷ്ടപ്പെടുത്തിയ ഒരാളെ നോക്കിയിട്ട് കലഹിക്കുമ്പോൾ സമ്പത്ത് ബറാബാസിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ വ്യക്തിയെ പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ വല്ലാതെ ആ വ്യക്തിയെ ഭാരപ്പെടുത്തുന്നു, ചോദിക്കുന്നു, അങ്ങനെ കോടതി കയറ്റുന്നു. തരാൻ കഴിയാത്ത അവസ്ഥയിൽ പോലും അങ്ങനെ ചെയ്യുമ്പോൾ ബറാബാസ് പക്ഷം ചേർന്ന് യേശുവിനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഓരോന്ന് നോക്കുക. ദൈവസ്നേഹം യേശുവിലൂടെ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വഴി ചൊരിയപ്പെടുമ്പോൾ അത് സ്വീകരിക്കാതെ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി കെഞ്ചി നടക്കുമ്പോൾ, ഭാര്യ എന്നെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് കലഹിക്കുമ്പോൾ, ഭർത്താവ് എന്നെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് കലഹിക്കുമ്പോൾ, അവിടെ എല്ലാം ബറാബാസിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്, യേശുവിന് വേണ്ടിയല്ല. യേശുവിന് വേണ്ടി നിലകൊള്ളുന്നവർ പറയും, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഇത്രയും സ്നേഹിക്കാനേ കഴിയൂ, മതി, എൻ്റെ ഈശോയെ അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണം, അങ്ങ് എന്നിലേക്ക് കടന്നു വന്ന് എന്നിൽ നിറയണമേ, അങ്ങ് വരുന്നത് എൻ്റെ സ്വതം ഞാൻ അനുഭവിക്കട്ടെ. എൻ്റെ ഭർത്താവിന് എന്നെ ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം സ്നേഹിക്കാൻ പറ്റുന്നില്ല, വേണ്ട, അവന് പറ്റുന്നിടത്തോളം സ്നേഹിച്ചാൽ മതി, എനിക്ക് നിന്റെ സ്നേഹം, അതിന്റെ നിറവിൽ എനിക്ക് തരണമേ, എനിക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് നിന്റെ സ്നേഹത്തിന്, തരണമെന്ന് പറയണം. അതിനു പകരം സ്നേഹം കിട്ടാൻ വേണ്ടി കലഹിക്കുക, വഴക്കടിക്കുക, തെറി വിളിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അവിടെ എല്ലാം യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ബറാബാസിന് വേണ്ടി ജീവിക്കുന്ന ദയനീയമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാൾ എത്രയോ മ്ലേച്ഛമാണ് പാപത്തിന് വേണ്ടി, പാപസുഖത്തിന് വേണ്ടി, നിത്യനാശത്തിന് വേണ്ടി, നിത്യനാശം ഏറ്റുവാങ്ങിക്കൊണ്ട് പൗലോസ്ലീഹയുടെ ഭാഷയിൽ ഉച്ഛിഷ്ടമായതിനെ സ്വന്തമാക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ ഉച്ഛിഷ്ടമായി എറിയുന്നത്. പാപം ചെയ്യുന്ന ഓരോ വ്യക്തിയും യേശു ക്രിസ്തുവിനെ ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞിട്ട് സാത്താനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, സാത്താനെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ രാത്രി ചിന്തിക്കണം, എൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ എൻ്റെ പ്രാമുഖ്യം ഞാൻ എന്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്? എന്തിനാണോ ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്? അതെനിക്ക് നഷ്ടപ്പെട്ടാൽ എനിക്ക് ദുഃഖമുണ്ട്. അപ്പൊ എൻ്റെ ദുഃഖത്തിന്റെ അടിസ്ഥാന കാരണം എനിക്ക് പ്രിയപ്പെട്ടത് എന്തോ നഷ്ടപ്പെട്ടു എന്നുള്ള. കർത്താവ് പറഞ്ഞു, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയം. നിന്റെ നിക്ഷേപം പണമാണെങ്കിൽ നിന്റെ ഹൃദയം പണത്തിലിരിക്കും. പണം നഷ്ടപ്പെട്ടാൽ നിന്റെ ഹൃദയം നഷ്ടപ്പെടും, മനസ്സിടിഞ്ഞു പോകും. നിന്റെ ഇമേജാണ് നിന്റെ നിക്ഷേപമെങ്കിൽ ആരെങ്കിലും നിനക്കെതിരെ വല്ലതും പറഞ്ഞ് ഇമേജ് നഷ്ടപ്പെടുത്തിയാൽ നിന്റെ ഇമേജ് നഷ്ടപ്പെടുമ്പോൾ ഹൃദയം നഷ്ടപ്പെടും. ഒത്തിരി പേര് ഹൃദയം കർത്താവിൽ അർപ്പിക്കാതെ നശ്വരമായ വസ്തുക്കളിലും വിഷയങ്ങളിലും വ്യക്തികളിലും അർപ്പിച്ച് ഹൃദയം തകർന്നവരായി കഴിഞ്ഞുകൂടുകയാണ്. ചിലരെ കാണാം, നിരാശ കാമുകന്മാരായിട്ട് നടക്കുന്നവരും അതുപോലെ മറിച്ചും. ഏതെങ്കിലും ഒരു യുവാവിന്റെ കയ്യിൽ ഹൃദയം കൊണ്ടപ്പെടുത്തു, അവൻ അതും കൊണ്ടുപോയി. അല്ലെങ്കിൽ ഒരു യുവതിയുടെ കയ്യിൽ ഹൃദയം കൊണ്ടപ്പെടുത്തു, നിന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ കിട്ടിയതെന്നൊക്കെ പറഞ്ഞു തരും. പക്ഷെ അവൾ അതും കൊണ്ടുപോയി. അതിന്റെ പേരിൽ നിരാശാകാമുകന്മാരും കാമുകന്മാരുമായിട്ട് നടക്കുന്നവരെയൊക്കെ കാണാം. പലപ്പോഴും അത്ര എത്തിയില്ലെങ്കിലും അതിന്റെ പേരിൽ, ഉപേക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞാലോടിച്ച് നടക്കുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നു. മരിച്ചു കളയാന്ന് വെക്കുന്നവരെ പോലും കാണുന്നു. നിന്റെ സന്തോഷം മുഴുവൻ ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് ആ വ്യക്തിയിൽ നിന്ന് ഊർത്തിയെടുക്കാമെന്ന്, ചോർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. നിന്റെ സുഖത്തിന്റെ വിഷയമാക്കി ആ വ്യക്തിയെ നീ വെച്ച് പൂജിച്ചു എന്നുള്ളതാണ് സത്യം. അത് തന്നെയാണ് പലപ്പോഴും ഒരു നഷ്ടം വരുമ്പോൾ നമ്മൾ കരയാൻ കാരണം. നിന്റെ നിക്ഷേപം ആ നഷ്ടപ്പെട്ടതായിരുന്നു, ഹൃദയം അവിടെയായിരുന്നു. അത് നഷ്ടപ്പെട്ട ഹൃദയം നഷ്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ എത്ര പാപം ചെയ്തു എന്നുള്ളത് എണ്ണി നോക്കുക എന്നതിനേക്കാൾ എൻ്റെ ഹൃദയവും മനസ്സും ഇപ്പോഴും എൻ്റെ ഈശോയിലാണോ ഒട്ടിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഒരു അന്വേഷണമാണ് നടത്തേണ്ടത്. എൻ്റെ ഹൃദയവും മനസ്സും എൻ്റെ ഈശോയിലല്ല ഇരിക്കുന്നത്, ഈ ലോകത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. അതുകൊണ്ട് എൻ്റെ ഹൃദയം മാറ്റുക, യേശുവിലേക്ക് വെക്കുക, എൻ്റെ മനസ്സ് മാറ്റുക, യേശുവിലേക്ക് വെക്കുക.